നമസ്കാരം. തിരുവനന്തപുരം, തൃശ്ശൂർ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഇവിടുത്തെ വാക്പോരാട്ടം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. കനത്ത പോരാട്ടം നടക്കുന്ന മറ്റൊരു ഇടമാണ് വടകര. വടകരയിൽ തുടക്കം മുതൽ കനത്ത പോളിങ്ങിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്ന അംഗക്കളരിയായ കടത്തനാട്ടൻ മണ്ണിൽ അങ്ങനെ പോരാട്ടം കനക്കുകയാണ്. വോട്ടെടുപ്പ് ഉച്ചയിലെത്തിയപ്പോൾ വടകര മണ്ഡലത്തിലെ ബൂത്തുകളിൽ തന്നെ നിര നീണ്ടു കഴിഞ്ഞു. നാദാപുരം അടക്കമുള്ള മേഖലകളിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാര സമയം പരിഗണിച്ച് ആളുകൾ അതിരാവിലെ വോട്ട് ചെയ്യാൻ എത്തുകയും ചെയ്തു. തീരദേശത്തും അതുപോലെ കനത്ത ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ രാവിലെ മുതലുള്ള ശക്തമായ പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ച് നിൽക്കുകയാണ് മുന്നണികൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥി തരൂരിന് സ്വാധീനമുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുള്ള പാറശാലയിലും നെയ്യാറ്റിൻകരയിലും 12 മണിയോടെ തന്നെ പോളിംഗ് 35% പിന്നിട്ടത് അനുകൂല ഘടകമാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ജില്ലയിൽ കോൺഗ്രസിൻ്റെ കൈവശമുള്ള ഏക നിയമസഭാ മണ്ഡലമായ കോവളത്ത് രാവിലെ തന്നെ പോളിംഗ് കുതിച്ചുയരുകയാണ് ചെയ്തത്. വോട്ട് ബാങ്കായ തീരദേശ മേഖലകളിലും മികച്ച പോളിംഗ് രാവിലെ നടന്നത് അനുകൂല ഘടകമായിട്ട് പാർട്ടി വിലയിരുത്തുന്നു. 2014 15,470 വോട്ടിനാണ് BJP നേതാവ് ഒ രാജഗോപാലിനെ തരൂര് പരാജയപ്പെടുത്തിയത്. തീരദേശ മേഖലയിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് അന്ന് കോൺഗ്രസിൻ്റെ രക്ഷയ്ക്കെത്തിയത്. നഗരമേഖലകളിലാണ് BJPക്ക് കൂടുതൽ പ്രതീക്ഷ. വോട്ട് ബാങ്ക് ഉള്ളതും ഈ മേഖലയിലാണ്. BJP ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം പാർട്ടിക്ക് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതിൽ പ്രധാന സംഭാവന നൽകുന്നത് നഗരമേഖലയിലെ വോട്ടർമാരാണ്. നഗരമേഖലയിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം മണ്ഡലങ്ങളാണ് പാർട്ടിയുടെ ശക്തി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത് കരുത്താണെന്ന് പാർട്ടി കരുതുന്നു. ജയിച്ചാൽ രാജീവ് കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണം ഗുണം ചെയ്യുമെന്നും വിലയിരുത്തലുണ്ട്. കോവളം മണ്ഡലം ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ ഭരണത്തിലുള്ളതാണ് LDFിൻ്റെ കരുത്ത്. CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ ജനകീയത വോട്ടായിട്ട് മാറുമെന്നാണ് പാർട്ടി കരുതുന്നത്. നേമത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമെല്ലാം തന്നെ പോളിംഗ് രാവിലെ തന്നെ ഉയർന്നത് അനുകൂല ഘടകമായിട്ട് LDF വിശ്വസിക്കുന്നു. തീരദേശ മേഖലയിലെ വോട്ടുകൾ ഇത്തവണ ഇടതു മുന്നണിയിലേക്ക് എത്തുമെന്നുമാണ് അവരുടെ അമിത പ്രതീക്ഷ. ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്ന ആരോപണവുമായി UDFും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. പരാജയം ഭയന്നാണ് ഇത്തരത്തിലുള്ള ആരോപണമെന്ന് LDFും തിരിച്ചടിക്കുന്നു. 2019 73.45% മണ്ഡലത്തിലെ പോളിംഗ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂർ, മണലൂർ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചാവക്കാട്, വാടാനപ്പള്ളി എന്നീ തീരദേശ മേഖലകളിലെല്ലാം രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്.